അസ്സലാമലൈക്കും. പിന്നെ എന്തുണ്ട് കൂട്ടുകാരെ, വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കണോ? കുറേ നേരം വൈകി, തീരെ വയ്യ. പിന്നെ വേദന കൊണ്ടൊന്നും ഇന്നലെ കിടന്നുറങ്ങിയിട്ടില്ല. ഇന്നലെ വേദനയുടെ ഗുളികയൊക്കെ എടുത്ത് കഴിച്ചപ്പോൾ കുറച്ച് കുറവൊക്കെ ആയി. എന്ന് എണീറ്റൊക്കെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ നടന്ന് ഒക്കെ നല്ല ഉഷാറായിരുന്നു. ഇപ്പം ഇന്നലെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, രാത്രി കിടക്കാനും ഇരിക്കാനൊന്നും പറ്റാണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഇത്തിരി ചായയൊക്കെ എടുത്ത് കുടിച്ച് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. മരുന്നൊക്കെ കഴിഞ്ഞ് പൈസ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാൻ നേരം വൈകി നിൽക്കുക. അപ്പോൾ മരുന്നുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ ബുദ്ധിമുട്ടുകൾ തുടങ്ങും. പിന്നെ ഇപ്പോൾ വലിയ ചികിത്സ തേടി പോകാൻ പറ്റുന്നില്ലല്ലോ, നമ്മളെ അവസ്ഥ അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ആണ് എനിക്കെപ്പോഴും നമ്മളുടെ ഈ കാര്യങ്ങൾ, വിഷമങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയാനുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞങ്ങളൊരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ആ അനുഭവത്തിൽ കൂടെ വല്ലാണ്ട് മനസ്സും ശരീരവും വല്ലാത്ത വേദനയിൽ നിൽക്കുന്നൊരു കൂട്ടരാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ നല്ലവരായ കേരളത്തിലുള്ള നല്ല നാട്ടുകാരോടൊക്കെ പറയാനുള്ളത്, നമ്മളെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ കണക്കിലെടുക്കുക. പിന്നെ ഇപ്പോൾ ഷാജിയുടെ വീഡിയോസുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ, ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും നമ്മളുടെ കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാൻ ഈ പാവപ്പെട്ട നമ്മളൊന്നും കണ്ണിൽ പെടാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും എന്ന് ആയിരിക്കും. അത്ര ബുദ്ധിമുട്ടും വേദനകളും ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ ന്യൂസിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ന്യൂസുകളൊന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക. എല്ലാവർക്കും എത്തിക്കുക. നമുക്ക് ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ വന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഓടി വന്ന് കഷ്ടപ്പാടും ദുരിതമെന്നൊന്നും നിങ്ങളോട് ഞങ്ങൾ പറയണതല്ല. ഒരുപാട് അനുഭവിച്ച് കൂട്ടാനുള്ള മുഴുവൻ ഈ 10-18 കൊല്ലത്തിലിടക്ക് ഒരു പിടി ഒന്ന് തല ചായ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലും സൂക്കേടും വല്ലാത്ത രോഗം പിടിച്ച വല്ലാത്തൊരു രോഗമാണ് എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞു കൂടുന്നത്. അതുകൊണ്ടാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ല, ഈ പാവപ്പെട്ട ഞങ്ങളെ ഒക്കെ ഒന്ന് കണക്കിലെടുക്കുക. ഞാനും 5 മക്കളൊക്കെ നോക്കി കഷ്ടപ്പെട്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിച്ചിട്ടാണ് ഇപ്പം നിങ്ങളേത്തേക്ക് സങ്കടങ്ങളും കൊണ്ട് വന്നത്. അത് നിങ്ങൾ കണക്കിലെടുക്കുക. നല്ല കേരളക്കാർ ഇതൊക്കെ കണക്കിലെടുക്കുക. അപ്പോൾ ഞങ്ങളെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.